ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പഴം പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം വലിപ്പമില്ലാത്ത പഴമായതുകൊണ്ടാണ് ഞാൻ 2 പഴം എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നന്നായി പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആദ്യം പഴം ഒന്ന് നെടുക്കെ കീറിയിട്ട് വേണം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ. എന്നിട്ട് ഈ പഴം നികക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഉപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. ഇത് നന്നായി പഴുത്ത പഴമായതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു തൈര്, ഒരു സ്മോൾ ബൗള്, വെള്ളം, കുറച്ച് വെള്ളം വേണം. പിന്നെ കോക്കനട്ട്, ഇവിടെ ഞാൻ അരമുറി തേങ്ങയുടെ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ജീരകം 1/4 ടീസ്പൂണ്, പച്ചമുളക് 4-5 എണ്ണം, ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം. ഇവയെല്ലാം കൂടി അരച്ച് ഈ വെന്ത പഴത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നന്നായി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെന്ത പഴവും ഈ അരപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അധികം തിളയ്ക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ തൈര് ആഡ് ചെയ്തത് കൊണ്ട് അധികം തിളയ്ക്കേണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഇടാണ്. അപ്പോൾ കടുകിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും 2 കറിവേപ്പിലയും പിന്നെ ചുവന്ന മുളക് ഒന്ന് പൊട്ടിച്ചും ഇട്ട് ഒന്ന് വറുത്ത് കോരും. എന്നിട്ട് ഇത് നമ്മൾ ഈ വെന്ത പഴംപുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പഴംപുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ടേസ്റ്റി പഴംപുളിശ്ശേരി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.